എന്നാലും നമ്മളോട് അവന് മാത്രം പെണ്ണ് കിട്ടിയില്ലോടാ. നമ്മളിങ്ങനെ പൂത്ത് പോത്തേ ഉള്ളൂ. എടാ ഇത് എന്നെ ഉദ്ദേശിച്ചല്ലടാ ഈ പറഞ്ഞത്. നീ ഇത് എന്നെ ഉദ്ദേശിച്ചല്ലടാ ഈ പറഞ്ഞത്. ഇത് എന്നെ ഉദ്ദേശിച്ചല്ല ഇവൻ പറഞ്ഞത്. ഞാൻ ഒന്നും പറഞ്ഞില്ല. റാൻഡമായിട്ടൊന്നുമല്ല, ഇത് പരിവപ്പെടുത്തി പ്ലാൻ ചെയ്ത് എനിക്കിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ്. എന്റെ ഉമ്മ സത്യല്ലേ. ഞാൻ ഇങ്ങനെ ഇത് കണ്ടതാ ഇവിടെ എത്തിയതാ. എന്നാലും നമ്മളോട് അവന് മാത്രം പെണ്ണ് കിട്ടിയില്ലോടാ. നമ്മളിങ്ങനെ പൂത്ത് പോത്തേ ഉള്ളൂ. കറക്റ്റ് ഈ സ്ഥലത്തെത്തി. നിങ്ങൾ കയറി വരുമ്പോ കറക്റ്റ് ട്രോൾസിൽ ഇവിടെ എത്തി. എനക്ക് എങ്ങനെ അറിയാത്? നമ്മളിവിടെ ഇരുന്ന് പൂത്ത് പോത്തേ ഉള്ളല്ലേടാ. എന്താ ഒരു പെണ്ണെല്ലാം കിട്ടിക്കൂടെ? മംഗലം കഴിച്ച് സെറ്റിൽ ആവുക. മംഗലം കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഈ മംഗലം എവിടെ കഴിക്കാൻ പറ്റും? മംഗലം ഇത് സെറ്റാക്കണം. ഒരു മാട്രിമോണിയെല്ലാം നോക്കി ഒരു പെണ്ണ് സെറ്റാക്കി മംഗലം കഴിച്ച് സെറ്റിൽ ആകും. വയസ്സായി 30-35 വയസ്സായില്ലേ? ഞാൻ ഒരു ഇതിന് പറയുന്നല്ലേ. എന്തെങ്കിലും ആയിക്കോട്ടെ. നിങ്ങളെന്താ ഒരിക്കലും വയസ്സ് പറയാത്തേ? വയസ്സ് പറയാൻ പാടില്ല. ഞങ്ങള് അങ്ങനെയാ, ഞങ്ങളുടെ കുടുംബക്കാർ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചേക്കണേ. എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും കണ്ടാൽ എത്ര വയസ്സ് പറയും? മക്കളെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തേ, എനിക്കത് കണ്ടാൽ എത്ര പറയും എന്നുള്ളത് ഞാനൊന്ന് കേക്കട്ടെ. ഞാൻ പറയാം. നീ പറയണ്ട, എന്റെ പിള്ളേര് പറയും. ഒരു 30 30s എവിടെയോ. താങ്ക് യു. 40 ആയിട്ടില്ല. 40 ആയില്ലല്ലോ. അപ്പൊ 30s എവിടെയോ. ചാരോറ എത്ര ഉണ്ടാവും? ചങ്ങായി കണ്ട എത്ര വന്ന്? ഇത്രയും കണ്ടാ മതി. ഇതിന് താഴത്തേക്ക് കണ്ടാൽ ചിലപ്പോ കൂടും. 70, 100, 74, 100 പവറാ. എന്റെ സ്പീഡിനെ കുറിച്ച് അവന്മാര് പറയണത്. അല്ലേടാ, എന്റെ സ്പീഡിനെ കുറിച്ചല്ലേ ആ പറഞ്ഞത് 100. എനിക്കറിയാം. 69, 68. ഈ 16 ആണ് ഉദ്ദേശിച്ചത്. എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. മറ്റവന്മാര് അത് നീ അറിയണ്ട, പിള്ളേർ അറിയണ്ടാത്ത കാര്യങ്ങളാ. കുറച്ച് ഏജ് ആകണം, അത് മനസ്സിലാകണം. ഒരു ഉണ്ടയല്ല, വിട്ടേ അതെന്ന്. അയ്യോ ഒന്നുമില്ലടേ. ഷിയാസ് ജഫ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ചായന് ഫസനെ കെട്ടിച്ചു കൊടുക്കുക. എനിക്ക് വയ്യ എന്റെ പൊന്നു മക്കളെ. വേറെ ഈ ചങ്ങായിക്ക് ഒരു പെണ്ണിനെ സെറ്റായി. നമുക്ക് ഈ ചങ്ങായിക്ക് ഒരു പെണ്ണിനെ സെറ്റായി കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്കില്ലേ, നമുക്ക് ഇച്ചായനെ ഡേറ്റിന് ഇരുത്തിയാലോ ലൈവിൽ ഇരിക്കോ? വയസ്സാം കാലത്ത് നീ ഈ വയസ്സാങ്കാലത്ത് എന്ന് പറഞ്ഞിട്ട് എല്ലാ പിള്ളേരും എനിക്ക് 69, 100, 99 ഒക്കെ വയസ്സ് എഴുതി വെച്ചോണ്ടിരിക്കണം. ഇനി മേലെ അങ്ങനെ പറഞ്ഞു പോരുത് കേട്ടല്ലോ. ഈ ഞങ്ങളുടെ നാട്ടിലെ പണ്ട് എന്റെ അപ്പന്റെ നാട്ടിലെ പേര് കുഞ്ഞുകുഞ്ഞെന്നും ഒഫീഷ്യൽ പേര് വർഗീസ്. അതാണല്ലോ എന്റെ പേര് സോജൻ വർഗീസ്. അപ്പൊ എല്ലാരും പറയുമായിരുന്നു കുഞ്ഞുകുഞ്ഞിന്റെ കുരിശ് എന്ന്. ഇപ്പൊ കുഞ്ഞുകുഞ്ഞിന്റെ കുരിശ് ഏറ്റുവാങ്ങാനായിട്ട് ആരും ഇല്ലാത്ത അങ്ങനെ ഇരിക്കുക. ഏതാണ് ഈ ദൂക്കിന്റെ മുകളിൽ ആരോ തൂറിയിട്ട പോലെ അല്ലെ? ഇവനറിയാം നിങ്ങക്ക്? ഞാൻ ഇടക്കിടക്ക് റീൽസിൽ കാണാൻ. പഴനിക്ക് പോകാൻ മുടി വളർത്തിയേക്കണ പയ്യനാ. എനിക്കറിയാം അവനെ. അവൻ ബൈക്കിൽ നടന്നിട്ടായി പരിപാടിയൊക്കെ എല്ലാവരും അറിയാലോ. ഇതാര്? ജുലാസ് ഡൊനേറ്റഡ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ചായന് പെണ്ണ് കിട്ടൂല, ഒരു മൈലും കിട്ടൂല. ഞാനിവിടെ കൊണ്ടൊന്ന് കെട്ടി കാണിച്ചു തരാം. ഇവനറിയുന്നവരെ ഐഡിയ ഒന്ന് കമന്റ് ചെയ്യട്ടെ. ഇവനൊക്കെ നോക്കണം. ഇവര് ഏതാതിലൊട്ട ഇവനാരാധത്? ഇത് എന്തൊരു ഇവനറിയുന്നവരെങ്ങനെ ഐഡിയ പേരാണ് മോയം മോയ. പിന്നെ പറഞ്ഞു ഇവൻ നമുക്ക് മോയം മോയെന്ന് വിളിക്കാം.
അവന്റെ ചുണ്ടുകൾ അഭിനയിക്കുന്നുണ്ടോ? ഇത് ഫസിയല്ലേ? അന്ന PK donated 44 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ഛൻ ഏത് ബ്രാൻഡാണ് കുടിച്ചേ? അയ്യേ വെള്ളം ഞാൻ അടിച്ചിട്ടുണ്ടോ? ഊത്. പോടാർന്നു. ഊത് ഊത് ഊത്. ഇല്ല ഞാൻ കള്ളു കുടിക്കില്ല. സോ ഗൈസ് ഞാൻ വെള്ളം അടിക്കില്ല. ഊത് ഊത് ഊത്. ഇല്ലില്ല. ഊത്. കള്ള. ഇല്ല ഞാൻ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് ഞാൻ കള്ളു. ഇങ്ങോട്ട് വന്ന്. എടാ ഞാൻ മീനും കൂട്ടി ചോറുണ്ടോ? നീ തലകറങ്ങി ഇല്ല, 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 ഊത് ഊത് ഊത്. സത്യം ഊത് ഊത് ഊത്. അച്ഛാ ഇങ്ങോട്ടേക്ക് ഊത്. ഇങ്ങനെ കള്ള എന്തോ എന്തോ കള്ളക്കളിയുണ്ട്. ഇല്ല സത്യമായിട്ടും ഇല്ല. എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ടാണ്. ഊത് ഊത് നോട്ട് നോട്ട്. ഇല്ലടാ ഒന്നുകൂടി നമുക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് കളിച്ച ഞാൻ കള്ളു കുടിക്കില്ല മാൻ. ഒന്നുകൂടി ഒന്നുകൂടി ഊത്. എടാ കുടിക്കുമെന്ന് ഒന്നുകൂടി ഊത്. ഊത്. നീ ഉമ്മ വയ്ക്കാനുള്ള അല്ല ഊത്. ലൈവില് വന്ന് എന്നെ ഉമ്മ വെച്ച് എന്റെ മാനം ഇല്ല ഊത് ഊത് മണപ്പിക്കുന്നത് മുളപ്പിക്കാനായിട്ട്. കള്ളു കുടിച്ചിട്ടില്ല, സീരിയസ്ലി കള്ളു കുടിച്ചിട്ടില്ല. ഞാൻ കള്ളു കുടിച്ചിട്ടില്ല. കള്ളു കുടിച്ചിട്ടില്ല. ഇല്ല കുടിച്ചില്ല കുടിച്ചില്ല കുടിച്ചില്ല. കള്ളു കുടിച്ചെങ്കിൽ കള്ളു കുടിച്ചെന്ന് പറയും. അതിനകത്ത് സരൺ കുമാർ ഡൊനേറ്റഡ് 20 രൂപ ത്രൂ ഗൂഗിൾ പേ. കള്ളു കുടിച്ചിട്ട് ഒരു ഡാൻസ് കളിക്ക് അച്ചായ. Come on bro. കള്ളു കുടിക്കാതെ ഇവിടെ ഡാൻസ് കളിക്കാൻ പറ്റില്ല. പിന്നെ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ സ്ഥിതി എന്തായിരിക്കും? ഞാൻ ആക്ടറാണ്, സിംഗറാണ്. അച്ഛൻ സിംഗറാണോ? ഞാൻ ആക്ടറാണ്, സിംഗറാണ്, യോഗ ടീച്ചറുമാണ്. എങ്ങനെയാണ് ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിട്ട് അങ്ങനെ പറഞ്ഞത്? അന്റെ ആസനം കണ്ടോ? എനിക്ക് അത്ര ആസനമാണ് നായെന്നാ മോനെ. അവന്റെ പേരെന്താടാ? അവന്റെ പേര് ടൈപ്പ് ചെയ്താ മൊണ്ണ. ഒരു പെങ്കൊച്ചിനോട് പെറൂര് ഒരു രമേശ് PP ഡൊനേറ്റഡ് 20 രൂപ ത്രൂ ഗൂഗിൾ പേ. കുണ്ടൻ അച്ചായൻ. നീ ഒന്ന് വാടേ, അപ്പൊ അറിയാൻ പറ്റും. ഞാൻ തിരിച്ചിട്ടില്ലല്ലോ. ഇത് ഞാനല്ലേ ല്ലേ? ഇത് നീയാ എവിടെ പോവാതെ എടുക്കാം. ഞാൻ ഓടിക്കും. കിഡ്നാപ്പ് അച്ചായൻ കിഡ്നാപ്പ് അച്ഛൻ. അമ്മ എനിക്ക് മനസ്സിലാകുന്നില്ല. കിഡ്നാപ്പ് ചെയ്യാനോ അറിയില്ല. This image has actually no colors. Stare at the red dot in the middle for 5 seconds. Ready? 1, 2, 3, 4. This image has actually no colors. Color ഇല്ലേ? Color ഉണ്ടല്ലോ. Stare at the red dot in the middle for 5 seconds. Ready? 1, 2, 3, 4, 5. Close your eyes for another 5 seconds. 1, 2, 3, 4, 5. Now open your eyes. ആളെ ഒരുമാതിരി കാര്യായിട്ട് ഇരുന്ന് നോക്കാൻ വേണ്ടിട്ട് ആരാന്ന് ഇവൻ? തേങ്ങാപതി. ഈ ക്യാമറയിലേക്ക് 5 സെക്കൻഡ് നോക്കുക. നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്. എന്നിട്ട് കൊരങ്ങനെ കാണിക്കുന്ന പരിപാടിയാണ്. ഇത് അമ്മ കാണാത്തൊന്നല്ല. എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കൊരങ്ങി ഇങ്ങനെ ആക്കുന്നുണ്ടാവും. എന്തൊരു ചെല്ലക്കുട്ടീന്റെ അണ്ടി. തൊപ്പി നിനക്കൊരു ചാലഞ്ച് പറ്റുമെങ്കിൽ 2 ദിവസത്തിനകം ഇവളെ കൊണ്ട് മെസ്സേജ് അയപ്പിക്കാൻ പറ്റുമോ? നീ ചാലഞ്ചിൽ വിജയിച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്ന നീ ചോദിക്കുന്നത് ഞാൻ തരും. നീ തോറ്റാൽ ഞാൻ ചോദിക്കുന്നത് തരണം. പറ്റുമോ? ഇൻസ്റ്റാ ID ലക്ഷ്മി ചോദിച്ചു. എന്തായിരുന്നു? 2 ദിവസം ഒന്നും വേണ്ട കുത്തി. ഇപ്പം മെസ്സേജ് അയപ്പിച്ചട്ടെ ഇവളെ കൊണ്ട്.
നമ്മുടെ തൊപ്പി മച്ചാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നേരെ പുള്ളിക്കാരൻ അതിന് മെസ്സേജ് അയക്കാൻ പോവാണ്. അയച്ചു ചിലപ്പോൾ തിരിച്ച് മെസ്സേജ് ഇന്ന് കിട്ടും. അവൻ പറഞ്ഞത് പണി നടത്തുകയും ചെയ്യും. നിങ്ങൾ വെറുതെ വേണ്ടാത്തടത്താണ് ചൊറിഞ്ഞിരിക്കുന്നത്. വേണ്ടാത്തൊരു പണി ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തേനും അജയ് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ചായന് കിസ് കൊടുക്കുക. ഇതെന്താ അച്ചായ? ഫോളോഡ് ബൈ സോജൻ വർഗീസ് ഏഞ്ചൽ. അപ്പൊ ചാറ്റ് പറയുന്നത് കാര്യമാണല്ലേ? നിങ്ങൾ ശരിക്കും ഒരു കടപ്പനാണല്ലേ? ഞാൻ അങ്ങനെയല്ല. ഞാൻ എടാ അത് ഫോളോഡ് ബൈ ഇതെന്തോ ഒരു പരിപാടിയാണ്. എനിക്ക് ഫോളോ ചെയ്യാൻ പാടില്ലേ? ഫോളോ ചെയ്ത കടപ്പനാകും ആരെങ്കിലും ഒക്കെ. ഈട എത്ര പെമ്പിള്ളേരുടെ പേര്, ഏത് പെണ്ണിന്റെ പേര് വേണമെങ്കിലും വരാം. റാൻഡം ആയിട്ട് കറക്റ്റ് ഇവളെ തന്നെ നിങ്ങൾ എങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ടായത്? കറക്റ്റ് ഇവളെ തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നത്. എല്ലാരും ഞാൻ ഫോളോ. ഈ ലോകത്തൊരു ഓക്കെ, ഈ കേരളത്തിൽ എത്ര പെമ്പിള്ളേരുണ്ടാവും? അതിപ്പോ എനിക്ക് ഞാൻ സെൻസസ് 1.5 കോടി പെമ്പിള്ളേരുണ്ടാവില്ലേ? 1 കോടിയിലുണ്ടാവില്ലേ? എന്നിട്ട് എനിക്കൊരു പെണ്ണില്ലല്ലോ. 1 കോടി പെമ്പിള്ളേർ അടക്ക് കറക്റ്റ് നിങ്ങൾ ഇവളെ എങ്ങനെ ഫോളോ ചെയ്തേ? അപ്പൊ നിങ്ങൾ എല്ലാരും ഫോളോ ചെയ്യലുണ്ട്, എല്ലാ പെമ്പിള്ളേരും ഫോളോ ചെയ്യലുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. ഞാൻ എല്ലാ പെമ്പിള്ളേരും ഫോളോ ചെയ്യാറുണ്ട്. ഞാനൊരു നിഷ്കളങ്കനല്ലടാ, അതുകൊണ്ടാ. സത്യമായിട്ട് ഒരു നിഷ്കളങ്കനാ. എന്നെ കണ്ടിട്ട് രാകേഷ് ജോർജ് ഡൊനേറ്റ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. ഫസ്റ്റിനെ ഒഴിവാക്കി. ഇവനെ കെട്ടപ്പോ എന്തുവാടേ ഇത്? ഓരോ കാര്യങ്ങളൊക്കെ പറയാൻ ഒരു മര്യാദയൊക്കെ വേണ്ടേ? എന്തൊരു ചാലഞ്ച് 2 ദിവസത്തിനുള്ളിൽ ഇവിടെ കൊണ്ട് മെസ്സേജ് അയപ്പിക്കാം. അത്രയല്ലേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യണം. ഞാൻ എനിക്ക് പരിചയമുണ്ടോ? ആർട്ടിസ്റ്റ് അല്ലേ? നിങ്ങളറിയോ? ആർട്ടിസ്റ്റ് എനിക്ക് പരിചയം ഉണ്ടോ? ഉണ്ടായിരിക്കും. അറിയോ? അറിഞ്ഞൂടാ. ഞാൻ കണ്ടിട്ട് ചിലപ്പോ മേക്കപ്പ് ഇല്ലാതെ മേക്കപ്പ് ഇട്ടൊക്കെ ആയിരിക്കും ഞാൻ കണ്ടേക്കണേ. ഇത് ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ. ഐ എം സോറി. ഇനി എന്നെ അറിയുന്നതാണെങ്കിൽ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു തിരിച്ച് മെസ്സേജ് അയപ്പിക്കാൻ വേണ്ടി എന്താ പറയാ എന്ത് പറഞ്ഞാലും തിരിച്ച് മെസ്സേജ് കിട്ടുക. എന്ത് പറഞ്ഞാല് മെസ്സേജ് അയക്കണേ. ഫഹീം ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. കഴപ്പൻ. ഇവൻ നിങ്ങളെ പറഞ്ഞ അന്നല്ല. അങ്ങനെയാണ്. പിന്നെ അച്ചായം കഴപ്പനെന്നല്ലേ പറയേണ്ടത്? ചുമ്മാ ഒരുമാതിരി സൂപ്പർ ചാറ്റ് ചെയ്തല്ലോ ഒട്ടേത്. ഓന്റെ പേരെന്താ? ഓന്റെ പേര് കാണുന്നില്ല. ഫഹീം. എടാ പറ ആരാ കാപ്പെന്ന് വിളിച്ചാ നീ? ആരാ കാപ്പെന്ന് വിളിച്ചേ? നിനക്ക് എന്താ പറയാ? ലൊട്ട. മരിച്ചാളെ കൊണ്ടത് തന്നത് ആരോ ചാറ്റിൽ വന്ന് ഷീസ് ഡെഡ് എന്ന് പറയുന്നത്. അയ്യോ മരിച്ചാളോ? അതെ പോടാ പോയാ. റസീം നസർ ഡൊനേറ്റഡ് 20 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ചായന്റെ ഫോളോവിങ് നോക്ക്. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ഞാൻ കാണിക്കൂല. 8200 ഫോളോവേഴ്സ്. എന്റെ മോനെ എത്രയുണ്ട്? മിഞ്ഞാന്ന് എത്ര ഉണ്ടായത്? 600. 8200. ഓ ഗൈസ്, എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാല് വെറും 600 കിടന്നിരുന്നതിന് 8000-ലേക്ക് എത്തിച്ചതും നിങ്ങൾ എല്ലാരും കൂടിയാണ്. സന്തോഷമുണ്ട് വളരെ. ഈ ഫോളോയിങ് ഇത്രയും ആൾക്കാർ ഫോളോ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഫോളോയിങ് കുറക്കണം. ഇതെന്താ മൊത്തം ഗേൾസ് അല്ലേ ചായ? ജ്യോതി, വിദ്യ, മാറ്റങ്ങോട്ട് എന്തുവാടേ ഇത്? ഒരുമാതിരി മനുഷ്യന്റെ സ്വകാര്യത കയറി കൈകളൊക്കെ. സ്വകാര്യത പബ്ലിക്കിന് കാണാൻ പറ്റുന്ന ഇത് നിങ്ങളെ ഫോളോ ചെയ്യുന്ന എല്ലാവരും ഇത് കാണും. ആണോ? അത് കാണുന്നവർക്ക് കണ്ടോട്ടെ. ഇനിയിപ്പോ ഞാൻ അവരുമായിട്ട് അഭിഹിതമൊന്നും ഇല്ലല്ലോ. ഫോളോ ചെയ്തിട്ടല്ലോ. ശരിക്കും പെണ്ണ് കിട്ടാത്തതിന് നല്ല വിഷമം ഉണ്ടല്ലേ? ഫ്രസ്ട്രേഷൻ ഇല്ലാതില്ല. എന്നാലും എനിക്ക് ഞാൻ ഹാപ്പിയാ സിംഗിൾ ആയതുകൊണ്ട്. എനിക്കൊരു പ്രശ്നമില്ല. പോടാ അവിടെ നിന്ന്. ശരിക്കും. പിന്നെന്താ, എവിടെ വേണേ പോകാം, എന്ത് വേണേ ചെയ്യാം. ആരും കോള് വരത്തില്ലേ, എവിടെയാ എപ്പോഴാ എന്നൊക്കെ ചോദിച്ചാൽ എന്റെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സിന്റെ കെട്ടിയോളുമാരും ലവേഴ്സ് ഒക്കെ വിളിച്ചു ചോദിക്കുന്നേക്കുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ ഇരുന്ന് അഹങ്കരിക്കും. ഷുഹാബ് ഡൊനേറ്റഡ് 20 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ചായന്റെ ഇൻസ്റ്റാ ചാറ്റ് കാണിക്കൂ. ഇൻസ്റ്റാ ചാറ്റ് കാണിക്കാൻ പറഞ്ഞു. എനിക്ക് ഇൻസ്റ്റ ഇല്ല. ഐ ഡോണ്ട് ഹാവ് ഇൻസ്റ്റ. വളരെ സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യനാണ്. എനിക്ക് ഇൻസ്റ്റ ഇല്ല. എന്നാലും എന്റെ അച്ഛാ ഇത് എന്താണ് മൊത്തം അതിന് നിനക്ക് എന്താടേ? അനക്കൊന്നുമില്ല. ഇത് നീ വിട്. അച്ചായൻ ഒഫീഷ്യൽ ഫാൻസ്. എല്ലാരും വീണ്ടും അച്ചായൻ ഒഫീഷ്യൽ ഫാൻ. കൊറേ ഫാൻ പേജെല്ലാം ക്രിയേറ്റ് ചെയ്യാട്ടോ. എല്ലാരും കൂടി ചെയ്. അല്ല, ഞാനൊരു കാര്യം ഇതിൽ ഒരു മെയിൽ പോലും ഇത് മൊത്തം
ഫീമെയിലല്ല. നിനക്ക് മെയിൽ കാണാൻ മേലാത്ത നിന്റെ കണ്ണിന്റെ കേടാ. അതും 4500 പെമ്പിള്ളേരെ നിങ്ങൾ ഫോളോ ചെയ്ത്. വെറുതെ നാറ്റിക്കല്ലേ. എടേ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കണേ. ഇത് വേണോ ഗൈസ്? ഇത് ആവശ്യമാണോ? ഞാൻ നോക്കൂല, മൊത്തം നിങ്ങളെല്ലാം വിളിച്ചു. ഓക്കെ 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 ഓക്കെ. നസീഫ ZM ഡൊനേറ്റഡ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ഛൻ കിളവനായില്ലേ, അതുകൊണ്ട് ആവും ഇത്ര കഴവ്. ദൈവമേ. എടാ നസീമേ, കൊച്ചേ, എടാ കുഞ്ഞാവേ, നിനക്ക് ഞാൻ എന്തെങ്കിലും കുഴപ്പങ്ങളും എല്ലാം കാണിച്ച് തന്നിട്ടുണ്ടോ? നീ എന്തിനാടെ ഇങ്ങനെയൊക്കെ അപരാധങ്ങളൊക്കെ എഴുതി തീർന്നത്? എടാ ഇത് എന്തിനാടാ ഈ നാട്ടുകാരെ കാണിക്കുന്നത്? ഞാൻ നോക്കിയതാ. സോറി. എന്തുവാടേ ഇത്? ഒരു മര്യാദ വേണ്ടേ? നമ്മ എന്തിനാ ഇറങ്ങിയതാ? മറ്റേ ഇവിടെ കൊണ്ട് റിപ്ലൈ ചെയ്യിപ്പിക്കണം. ഓക്കെ. എന്താ പറയാ എന്താ പറയണ്ടേ? മലയാളം പറഞ്ഞാ മതി. ഒരു പെണ്ണ് ഇൻസ്റ്റന്റ് ആയിട്ട് റിപ്ലൈ തരണമെങ്കിൽ എന്താ പറയേണ്ടത്? ബുദ്ധിപരമായിട്ട് ആലോചിച്ച് പറ. ഇത് ചാലഞ്ചാണ്, എനിക്ക് ചാലഞ്ച് ആണ്. അവളുടെ പേരെന്താ? ലക്ഷ്മി അല്ലേ? ലക്ഷ്മി ജ്യോതി. ലക്ഷ്മി, നീ സുന്ദരിയാണ്. അവള് തീർച്ചയായിട്ടും പ്രതികരിക്കും. ലക്ഷ്മി, യു സോ ബ്യൂട്ടിഫുൾ. യു ആർ ഞാൻ അങ്ങനെ ടൈപ്പ് ചെയ്താറില്ല, അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് ഇല്ല. ബ്യൂട്ടിഫുൾ ഇങ്ങനെ മാത്രം അടിച്ചാൽ മതിയോ? ഇങ്ങനെ അയച്ചാ റിപ്ലൈ തരൂല അച്ഛാ. നിങ്ങളെന്താ താങ്ക് യു എന്ന് പറയും. ഡെഫിനറ്റ്ലി പറയും. ശരിയാണ്. താങ്ക് യു. എന്തായാലും റിപ്ലൈ കിട്ടിയാ പോരെ? ഓക്കെ. റിപ്ലൈ എന്തെങ്കിലും റിപ്ലൈ കിട്ടിയാ ചാലഞ്ച് ചോദിച്ചാ. എന്തെങ്കിലും റിപ്ലൈ കിട്ടിയാ ചാലഞ്ച് ചോദിച്ചാ. സനു ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ചായന്റെ കുണ്ടി. ഒരു കുഴപ്പമില്ലാണ്ട് അച്ചായന്റെ കുണ്ടി അച്ചായന്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്. നീ അതോർത്ത് കൂടുതൽ ഉണ്ടാക്കണ്ട കേട്ടോ. നോ റിപ്ലൈ കൺഫേം. അതെന്താ നോ റിപ്ലൈ കൺഫേംഡ്? ചുമ്മാ പിള്ളേർക്ക് എന്തറിയാം, നമ്മക്കല്ലടാ എക്സ്പീരിയൻസ്. എന്താ ചെയ്യാ? പറ. എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യാം? ഞാൻ എന്റെ കഥ പറയാം. കൂട്ടുകാർ വട്ടത്തിൽ നിന്ന് ഊക്കിയാൽ തന്റെ എതിരാളിക്ക് നേരെ മാരകമായി വഴിവിട്ട് തോൽപ്പിക്കുന്ന ചങ്കുണ്ട് നിങ്ങൾക്ക്. അവനെ ഇവിടെ മെൻഷൻ ചെയ്യൂ. 20 രൂപ ത്രൂ ഗൂഗിൾ പേ. ഫസി ഒഴിവാകും മൈനെ, നിന്നെ ഉറപ്പ്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ഒരു വീഡിയോ കണ്ടു. നമ്മൾ ഈ താഴത്തെ ചുണ്ട് പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചാല് നമുക്ക് ശ്വാസം മുട്ടുള്ളൂ. എത്ര പേര് കടിച്ചു? എന്നിട്ട് ശ്വാസം മുട്ടിയാ ഇല്ല. കറക്റ്റ് സമയത്ത് വൈബ് എന്റെ മുത്ത കറക്റ്റ് സമയത്ത്. യോ ഞങ്ങളോടാ കളി അല്ലേ? ഇപ്പൊ തൊപ്പിയാണെങ്കിലും ആരാണെങ്കിലും അവന്റെ തൊപ്പിയാണെങ്കിലും ആരാണെങ്കിലും വിനായകനാണെങ്കിലും ധ്യാനാണെങ്കിലും എന്തുകൊണ്ടാണ് വൈറലാവുന്നത്? അവര് ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ട്. ചോദ്യം കേട്ട വഴിക്ക് പറയുന്നതല്ലേ. ധനുഷ് ഡൊനേറ്റഡ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. GTA കളിക്കും. ചോദ്യം കേട്ട വഴിക്ക് അതിനുള്ള മറുപടി പറയുന്നതല്ലേ കൊണ്ടല്ലേ, നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത മറുപടി പറയുന്നതുകൊണ്ടല്ലേ അല്ലേ? അത് അത് നമ്മുടെ റീസെന്റിനകത്ത് നീ വിവരമുള്ളവരാരെങ്കിലും അവിടെ ഉണ്ടോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നീ ഇല്ലെന്ന് പറഞ്ഞില്ലേ ഇവിടെ? അതിനെ കുറിച്ചാ പുള്ളി പറഞ്ഞത്. അതിനെ കുറിച്ച് എന്ത് പറഞ്ഞ? റീസൺ ആ ചോദ്യം കേൾക്കുമ്പോ തന്നെ മറുപടി പറയണമെന്ന് പറഞ്ഞില്ലേ? കറക്റ്റ് KGF നിന്ന് ലഭിക്കുന്ന സ്വർണത്തിന് നല്ല വില കിട്ടുമായിരുന്നു. അങ്ങനെ സൂര്യവർദ്ധൻ ആർക്കും തൊടാൻ പോലും ആകാത്ത ഉയരത്തിൽ എത്തിച്ചേർന്നു. പക്ഷെ ഒരു വലിയ തടസ്സമാണ് റോക്കി. ഞാൻ വിചാരിച്ച മറ്റേ അന്നാരാജനെ കാണിക്കാൻ പോകുന്നത്, മറ്റേ ലിച്ചിയില്ലേ, ഞാൻ വിചാരിച്ച ഓളെ കാണിക്കാൻ പോകുന്നത്. അല്ല അടക്കൊതുക്കുള്ളൊരു ആർട്ടിസ്റ്റ് ഇതെല്ലാം തിന്നു ആരെങ്കിലും.
ഈ നാറികളുണ്ടല്ലോ ഇവര് നെഞ്ചിനകത്ത് ഒരു തീ അങ്ങോട്ട് പോയത് കണ്ടായിരുന്നോ നീ? അതെല്ലാം ഇടക്കിടക്ക് കിട്ടും. ഇവിടെ വന്നിട്ടിരുന്നാ ഇങ്ങനത്തെ കൊറേ കിട്ടും. ബേ അപ്പുറത്തേക്ക് പോയിക്കോ ഒരാള്. ദിവാകരൻ ദേവ് ഡൊനേറ്റഡ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. ഗെയിം കളിക്കൂ ബ്രോ. ഗെയിം കളിക്കണോ? അപ്പൊ ഞാൻ പോട്ടെ. ഗെയിം കളിക്കണം. ആ മറ്റേതൊക്കെ കണ്ടിന്യൂ ചെയ്താലോ?